ദൃഢം സിനിമയ്ക്കെതിരെ മുൻ DGPയും BJP കൗൺസിലറുമായ ആർ ശ്രീലേഖ വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി വാരികയിൽ എഴുതിയ തന്റെ ചെറുകഥ മോഷ്ടിച്ചെന്ന ആരോപണം. കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന പേരിലായിരുന്നു ചെറുകഥ എഴുതിയത്. ഭൂതകാലം സിനിമ താൻ മുൻപ് യൂട്യൂബിൽ പറഞ്ഞ അനുഭവ കഥയെന്നും ആർ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എന്നാൽ ശ്രീലേഖയുടെ ചെറുകഥ കേട്ടത് ഇന്നാണെന്നും തന്റെ സിനിമയുമായി യാതൊരു സാമ്യവും ഉണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും ദൃഢം സിനിമയുടെ സംവിധായകൻ മാർട്ടിൻ ജോസഫ് പ്രതികരിച്ചു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. നമ്മൾ റൈറ്റേഴ്സുമായിട്ട് സംസാരിച്ചായിരുന്നു. അവർ ഇപ്പം മാം ആ പോസ്റ്റിനകത്ത് പറയുന്നത് മാം 4 വർഷം മുമ്പ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തൊരു ചെറുകഥയായിട്ട് ഒരു സാമ്യമുണ്ട്, അല്ലെങ്കിൽ അത് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ദൃഢം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആ കഥയായിട്ട് ഇതിന് യാതൊരു സാമ്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാമിൻ്റെ ചെറുകഥയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളത് അതിൻ്റെ അഡാപ്റ്റേഷൻ എവിടെ നിന്നും എടുത്തിട്ടുമില്ല. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ കഥ ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി അജിത് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. അജിത്തിലേക്കാണ്. അജിത്ത്, ഇന്നാണ് ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാകുന്നതും അത് വലിയ തരത്തിൽ ചർച്ചയാകുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദൃഢം, അതുപോലെ തന്നെ ഭൂതകാലം, രണ്ടും ഷെയ്ൻ നിഗത്തിന്റെ സിനിമയാണ്. ഇത് രണ്ടും തൻ്റെ കഥകളാണ്, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇതിൽ എത്രമാത്രം കാര്യമുണ്ട്? ഇപ്പോൾ മാർട്ടിൻ ജോസഫ് അടക്കം പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഈ സിനിമ കണ്ടവർക്ക് എന്തായാലും കാര്യം മനസ്സിലാകുമല്ലോ, പുസ്തകം വായിച്ചവർക്കും. എന്താണ് ഇതിലെ വസ്തുത? അത് ഞാൻ സിനിമയും കണ്ടതാണ്, ഈ കരിക്കുടി എന്ന് പറയുന്ന ഈ വോയിസ് ആയിട്ടുള്ള സ്റ്റോറിയും കണ്ടതാണ്. അതിലെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ആ ശ്രീലേഖയുടെ ഈ വോയിസ് സ്റ്റോറി വളരെ മനോഹരമായി തന്നെയാണ് മോഡുലേറ്റ് ചെയ്തിരിക്കുന്നത്. വോയിസ് മോഡുലേഷനൊക്കെ നല്ല രസമുള്ളതാണ്. അതിൽ വികാരങ്ങൾ അങ്ങനെ ചില സ്ഥലത്ത് നല്ല ഫീൽ കൊടുത്തവർ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആർ ശ്രീലേഖയുടെ ആ കഥയും നല്ലത് തന്നെയാണ്. ആ കഥയും ഒരു പോലീസ് സ്റ്റേഷൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണ്. ഈ സിനിമയും ഞാൻ കണ്ടതാണ്. ഈ രണ്ട് കഥാ പശ്ചാത്തലങ്ങളും ഒരു പോലീസ് സ്റ്റേഷനിലല്ലാതെ മറ്റു സാമ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ ഇത് കണ്ടവർക്ക് തോന്നും. ഇതിൽ അങ്ങനെ ഒരു സാമ്യം ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന സ്വാഭാവികമായ സംശയം തോന്നും. കാരണം രണ്ടും വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്, വ്യത്യസ്തമായ രീതികളിലാണ് രണ്ട് കഥകളും പോകുന്നത്. ഏതെങ്കിലും അടുത്ത ബന്ധം തന്നെ ഈ കഥയോ സിനിമയ്ക്കോ ഉണ്ടോ എന്ന് ആലോചിക്കുന്നതിനപ്പുറം അകന്ന ബന്ധം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. രണ്ടും പോലീസ് സ്റ്റേഷൻ്റെ പശ്ചാത്തലമാണ് എന്നും മാത്രമാണ് ഇതിൽ പ്രധാന സാമ്യമുള്ളത്. ഏതാണെങ്കിലും ആർ ശ്രീലേഖ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ പ്രതികരണത്തിൽ സ്വാഭാവികമായും പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഥ കേട്ടു, പക്ഷെ അതിൽ സാമ്യമൊന്നും അനുഭവപ്പെട്ടില്ല. സിനിമ കണ്ടവർക്കും കഥ കേൾക്കുന്നവർക്കും ആ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു തരത്തിലുള്ള അഡാപ്റ്റേഷനും തങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല. എഴുത്തുകാരുമായി ഉൾപ്പെടെ സംസാരിച്ചു. അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള കടമെടുക്കലും ഉണ്ടായിട്ടില്ല. താൻ ആദ്യമായി ഈ കഥ കേൾക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെയാണ്. മറ്റ് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഏതാണെങ്കിലും അക്കാര്യത്തിൽ ഇനി ഇത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ കണ്ടിട്ട് ആ വോയിസ് കേട്ടാൽ മതിയാകും എന്നുള്ളതാണ് നമുക്കും തോന്നുന്നത്. ഏതാണെങ്കിലും ഈ വിവാദം സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി ഇത് മാറുന്നുണ്ട്. ശരി അജിത്ത്, എന്തായാലും അജിത്ത് സിനിമയും കണ്ടിട്ടുണ്ട്, പുസ്തകം പുസ്തക രൂപത്തിൽ പറയുന്ന കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അജിത്തിന് അത് കൃത്യമായി വിശകലനം ചെയ്യാൻ സാധിച്ചു.